എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ മുതോക്കും അതേപോലെ ജിയാങ്ങും കൂടി ഇരുന്ന് സംസാരിക്കുന്ന കാണിച്ചുകൊണ്ടാണ്. ജിയാങ് ആണെങ്കിൽ നമ്മുടെ മുതോക്ക് അവൻ എറിഞ്ഞു കൊടുത്ത ആ കോണ്ടസ്റ്റിന്റെ നോട്ടീസ് ഇല്ലേ, അതിനെ ഒരു ലവ് ലെറ്റർ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അവൻ പറയും, നീ നിന്റെ ഫീലിങ്സ് കുറെ നാളുകൾക്ക് ശേഷം എൻ്റെ അടുത്ത് എക്സ്പ്രസ് ചെയ്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്ന്. സത്യത്തിൽ മുതോക്കിന് നമ്മുടെ ജിയാങ്ങിന് ഇഷ്ടമാണ്, എങ്കിലും അവളുടെ അച്ഛനെ കൊന്നത് അവന്റെ ഫാമിലിയിലുള്ള ആൾക്കാരും കൂടി ചേർന്നിട്ടാന്നുള്ള കാര്യം നമ്മുടെ മുതോക്കിന് അങ്ങനെ മറക്കാൻ പറ്റത്തില്ലല്ലോ. അവൾ പറയും അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ആ നോട്ടീസ് എടുത്ത് തീ കത്തിച്ചിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോവും. എന്നാലും നമ്മുടെ ജിയാങ് പറയുന്നുണ്ട്, നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഒരു ചിരി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ആ പാർജിനിലെ അവന്റെ അടുത്താണെങ്കിൽ അവിടുത്തെ ലേഡി വന്നിട്ട് നമ്മുടെ മുതോക്കിന്റെ പാസും അതേപോലെ തന്നെ അവളുടെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. അതിനകത്ത് നമ്മുടെ ഈ പാർജിൻ നോക്കുമ്പോൾ അവൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. അതേസമയം തന്നെ നമ്മുടെ സിയോങ്ങിനെ കാണിക്കും. അവനും ഇരുന്ന് ആലോചിക്കുന്നത് നമ്മുടെ മുതോക്കാണെങ്കിൽ കോമ്പറ്റീഷൻ ജയിക്കുന്ന സമയത്ത് ജിയാങ് വന്നിട്ടാണ് അവളെ നല്ലതുപോലെ എൻകറേജ് ചെയ്തത്. ആ ടൈമിലെല്ലാം അവളും അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ ആലോചിക്കുന്നത് നമ്മളുടെ സിയോങ്ങിനൊരു കാര്യം കൺഫേം ആവും. അതായത് ജിയാങ്ങും അതേപോലെ മുതോക്കും തമ്മിൽ എന്തോ ഒരു സംഭവമുണ്ട്, അവർക്ക് രണ്ടുപേർക്കിടയിൽ ഇഷ്ടം വന്നു തുടങ്ങി എന്ന്. ആ ടൈമിൽ കറക്റ്റായിട്ട് നമ്മുടെ പാക്ജിനാണെങ്കിൽ സിയോങ്ങിനെ കാണാൻ വരും. എന്നിട്ട് പറയും, നീ കണ്ടോ, ഞാൻ മുതോക്കിന്റെ ബാഗിൽ കണ്ടുപിടിച്ചതാ. എന്തുവാന്ന് വെച്ചാൽ നക്സുവിന്റെ ആ ഓടക്കുഴലില്ലേ, അത് തന്നെയാണ്. അത് നമ്മുടെ സിയോങ് അല്ലേ ഇത്രയും നാളും കൊണ്ടു നടന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സിയോങ് ആണെങ്കിൽ മുതോക്കിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. എന്നിട്ട് പറയും, ഈ വിസിൽ നീ തന്നെ വെച്ചോ, പക്ഷേ നീ എന്നോടുള്ള ഇഷ്ടം കൺഫേം ആക്കണം എന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ ആ പാക്ജിനില്ലേ, അവൻ വന്ന് ജിയാങ്ങിന്റെ അടുത്ത് പറയും, നമ്മുടെ ഫ്രണ്ട്സിന് റിലേഷൻ ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നമ്മളല്ലേ. യഥാർത്ഥത്തിൽ പാക്ജിന് ഇപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു നമ്മുടെ സിയോങ്ങിന് ഒരു റിലേഷൻ കിട്ടിയെന്ന് ആലോചിച്ചിട്ട്. ഇത് കേൾക്കുന്നത് നമ്മുടെ ജിയാങ്ങിന് നല്ല ജലസാവും. അവൻ പറയും അങ്ങനെയൊന്നും ഇല്ല എന്ന്. എന്നാൽ മറ്റവൻ അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ റെഡി ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജിയാങ്ങിന്റെ മനസ്സമാധാനം പോകുന്നതാ. അവൻ പല പല കാര്യങ്ങളും ഇരുന്ന് ചിന്തിക്കും. അവൻ പ്രപ്പോസ് ചെയ്തിട്ട് നമ്മളുടെ മുതോക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലേ, അവൻ അങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടും. നമ്മളുടെ സിയോങ്ങും മുതോക്കിന്റെ അടുത്ത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ മാസ്റ്റർ ലീനയും ഗുരുജീനിയാ. അവരിപ്പോ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. മാസ്റ്റർ ലീ ആണെങ്കിൽ പാർക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കും. അതായത് നമ്മളുടെ ജിയാങ് തന്നെയാണ് ആ കിങ് സ്റ്റാർ ഉള്ള കുട്ടി. അതേപോലെ തന്നെ ജിയാങ്ങിന്റെ അച്ഛന് ഒരു അൽക്കമിയോ സോൾ ചെയ്തിട്ട് അബദ്ധം പറ്റിയതാ എന്നൊക്കെ. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ ഗുരുജിയാണെങ്കിൽ മാസ്റ്റർ ലീയുടെ സ്കാർഫിലായിട്ട് കുറച്ച് കറി അങ്ങ് തെറിപ്പിക്കും. ആ സ്കാർഫ് നമ്മളുടെ വളർത്തമ്മ കൊടുത്തതല്ലേ, അതുകൊണ്ട് തന്നെ മാസ്റ്റർ ലീ അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കിയിട്ടാണ് ഇറങ്ങി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ജിയാങ്ങിന്റെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ മുതോക്കും വന്നിപ്പുണ്ട്. എന്നാൽ നമ്മളുടെ ജിയാങ് മാത്രം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരത്തില്ല. ചോദിക്കുമ്പോൾ അവർ പറയും, അതായത് നമ്മളുടെ ജിയാങ് ഇപ്പോൾ ഭയങ്കര മടി പിടിച്ച് കിടന്നുറങ്ങുക എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ മുതോക്ക് എന്നിട്ട് അവനെ എൻകറേജ് ചെയ്തൊക്കെ എഴുന്നേൽപ്പിക്കാൻ നോക്കും. എന്നാൽ നമ്മളുടെ ജിയാങ് ആണെങ്കിൽ വലിയ മൈൻഡൊന്നും ആകത്തില്ല. അവൻ അവസാനം ക്ലാസ്സിൽ വന്നിരിക്കും. അവിടെയുള്ള ആൾക്കാർ വന്നിട്ട് ആ ബുക്ക് വായിക്കാൻ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരോരോ വിദ്യ പറഞ്ഞു തരാമെന്നൊക്കെ പറയും. എന്നാൽ നമ്മളുടെ ജിയാങ്ങിന് ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ല. അവിടെ മുതോക്ക് ഇരുന്നിട്ട് അതിന് ഓക്കെ പറ എന്ന് കുറേ പറയുന്നുണ്ടെങ്കിലും ഇവൻ മൈൻഡ് ആക്കത്തില്ല. ഇവൻ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള ചിന്തയാ. എന്നാൽ നമ്മളുടെ മുതോക്ക് അതിനൊന്നും സമ്മതിക്കത്തില്ല. അവൻ പറയും, നീ എനിക്കന്ന് പോയിസൺ തന്നെ എൻ്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കും. എനിക്കിപ്പോൾ ഒന്നിൻ്റെ കൂടെ ഒരു ആഗ്രഹവും ഇല്ല. സത്യത്തിൽ നമ്മളുടെ ജിയാങ്ങിനാണെങ്കിൽ മുതോക്ക് അവൻ്റെ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തില്ലേ, അതിൻ്റെ വിഷമം തന്നെയാണ്. അവൻ പറയും, ഞാൻ കയറി കിടന്ന് ഉറങ്ങുക എന്ന്. നമ്മളുടെ മുതോക്കാണെങ്കിൽ അവിടെയുള്ളൊരു ടീച്ചറിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കും, അവനെ ഒന്ന് ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചൂടെ എന്ന്. അപ്പോൾ ടീച്ചേഴ്സ് പറയും, അത് ഓരോരുത്തരുടെ ചോയ്സാണ് എന്ത് പഠിക്കണം വേണ്ട എന്നുള്ള കാര്യം. മെയിനായിട്ടും പാർക്കാണെങ്കിൽ അവനിപ്പോൾ ഒരുപാട് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരും അവനെ മൈൻഡ് ചെയ്യാത്തതെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആ ജിൻ ലേഡി ഇല്ലേ, അവരാണെങ്കിൽ പാർക്കിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നയാ. അവിടെ ആ ജിൻ ലേഡി ആണെങ്കിൽ പറയും, അതായത് അവരുടെ ആദ്യത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്ന സമയത്ത് നമ്മളുടെ ജിയാങ്ങിന്റെ അച്ഛൻ തന്നെയാണ് അവരെ ഹെൽപ്പ് ചെയ്തത് എന്ന്. അതായത് ഈ ജിൻ ലേഡിയുടെ ആദ്യത്തെ കുഞ്ഞാണെങ്കിൽ വയറ്റിൽ കിടന്നേ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ജിയാങ് ആ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടാണ് ഈ കുഞ്ഞിന് ജീവൻ കൊടുക്കുകയൊക്കെ ചെയ്തത്. അതെല്ലാം ഈ ജിൻ ലേഡി ഇപ്പോൾ നമ്മുടെ പാർക്കിനടുത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പാർക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് അവിടെയായിട്ട് മറ്റേ കൊട്ടാരത്തിലുള്ള ജിന്നില്ലേ, അയാൾ കയറി വരുന്നതാ. ഇത് കാണുന്നതും പാർക്കിന് ചെറിയൊരു ഡൗട്ടൊക്കെ അടിക്കും. ഇവർ രണ്ടുപേരും ഇത്രയും കാലവും നല്ല കൂട്ടല്ലായിരുന്നല്ലോ, പിന്നീട് ഇപ്പോഴെങ്ങനെയാണ് ഇത്ര കമ്പനി ആയത് എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഈ കൊട്ടാരത്തിലെ ജിന്നാണെങ്കിൽ കുറച്ച് ബ്ലൈൻഡ് ആയിട്ടുള്ള പെൺകുട്ടികളൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ ഫേസ് ആ ജിന്നിന്റെ മൂത്ത മോളില്ലേ അവളുടെ ഫേസുമായിട്ട് സിമിലർ ആയിട്ടുള്ളത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഇവിടെ അവർ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുന്നത് നമ്മളുടെ ആ കണ്ണ് പൊട്ടിയായിട്ട് അഭിനയിക്കുന്ന സോളില്ലേ, അവളെ തന്നെയാണ്. അവളാണെങ്കിൽ ഇവിടെ പറയും, എനിക്ക് കണ്ണ് കാണാം, പക്ഷെ ഞാൻ നല്ല കിടിലമായിട്ട് അഭിനയിക്കുമെന്ന്. അവളങ്ങനെ അതവിടെ പ്രൂവ് ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത്
നമ്മുടെ മുതോക്കിനെ കാണാൻ വേണ്ടിയിട്ട് ക്രൗൺ പ്രിൻസ് വരുന്നത്. മെയിനായിട്ടും അവളുടെ കയ്യിൽ നിന്ന് താങ്ക് യു വാങ്ങിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ജിയാങ്ങിനെ കുറച്ച് താഴ്ത്തി പറയാനും. അവനവിടെ പറയും ജിയാങ്ങിന് നല്ല കഴിവൊന്നുമില്ല, അവൻ ആകെപ്പാടെ ഹൻസു വിദ്യ പഠിച്ചതുകൊണ്ട് മാത്രമാണ് എന്നെ തോപ്പിക്കാൻ പറ്റിയത് എന്നൊക്കെ. ഇവിടെ നമ്മളുടെ മുതോക്ക് അത് സമ്മതിച്ചു കൊടുക്കത്തില്ല. അവർ രണ്ടുപേരും തമ്മിലൊരു ബെറ്റ് തന്നെ വെക്കും. അവിടെ നമ്മളുടെ മുതോക്കാണെങ്കിൽ ബെറ്റിന്റെ ആ ഒരു തുകയായിട്ട് കൊടുക്കുന്നത് അവൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അത് വേറെ ഒന്നുമല്ല, നമ്മളുടെ ജിയാങ് ആണെങ്കിൽ അവക്ക് കൊടുത്ത ആ ഒരു കല്ലില്ലേ, ആ സംഭവം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ജിയാങ് അവന്റെ വീട്ടിലായിട്ട് 2 ദിവസം ബ്രേക്ക് എടുത്തിട്ട് വരുന്നതാ. അവിടെ എത്തുന്നതും ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നതും അവന്റെ വളർത്തമ്മയാണെങ്കിൽ പറയും നീ ആണെങ്കിൽ നിന്റെ അച്ഛനെ പോലെ തന്നെ ബഹുമെടുക്കാനായിട്ടുള്ളൊരു യോദ്ധാവാണ് എന്ന്. ഇത് കേട്ട് മോട്ടിവേറ്റ് ആയിട്ട് നമ്മുടെ ജിയാങ് തിരിച്ച് വീണ്ടും അവന്റെ സ്കൂളിലായിട്ട് വരും. വന്ന് കയറുന്നതും അവിടെയുള്ള കുറച്ച് ചെറുക്കന്മാർ ഇവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അവൻ എന്തോ സംഭവം ഒന്നും മനസ്സിലാവത്തില്ല. അവിടെയായിട്ട് ക്രൗൺ പ്രിൻസും ഉണ്ട്. അവന് ആദ്യത്തെ അടി തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് അവിടെ നമ്മുടെ ജിയാങ് അങ്ങ് തോറ്റു. അവന്റെ കൂടെ ഫൈറ്റ് ചെയ്തവന് ഒരു സ്വർണത്തിന്റെ ഒരു സ്റ്റാച്ചു ഗിഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതൊക്കെ കാണുന്നതും അവിടെയായിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസ് പറയും ഞാനും മുതോക്കും തമ്മിൽ ഒരു ബെറ്റ് തന്നെ വെച്ചേക്കുവാണ്, നിനക്ക് ഇവിടെയുള്ള എല്ലാ സ്റ്റുഡൻസിനെയും ബീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അവള് പറഞ്ഞത്. ഞാനത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. നമുക്ക് എന്തായിരുന്നാലും നോക്കാം. അവൾ എൻ്റെ കൂടെ ബെറ്റ് വെച്ചത് തന്നെ അവൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഈ കല്ലാണ് എന്ന് പറഞ്ഞിട്ട്. ഇത് കാണുന്നേ നമ്മളുടെ ജിയാങ് ഒന്ന് ഷോക്കാകും. എങ്കിലും അവനാണെങ്കിൽ പറയും എനിക്ക് ഇതിൻ്റെ ഒട്ടും താല്പര്യമില്ല, ഞാൻ ഗെയിം കളിക്കാൻ റെഡിയല്ല എന്ന്. അവിടെ നമ്മുടെ മുതോക്ക് ഇവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കൺവീൻസ് ചെയ്യിക്കാൻ നോക്കും. നീ എന്തോ ഈ പറയുന്നത്, നിനക്ക് അവരുടെ കൂടെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളോടെ നീ ജയിച്ചാൽ മതി, നമ്മൾ ജയിക്കും. നീ ഭയങ്കര ടാലന്റഡ് അല്ലേ, അതുകൊണ്ട് തന്നെ നിനക്ക് ഒരാളോടെ ഫൈറ്റ് ചെയ്യുമ്പോൾ നിനക്ക് പെട്ടെന്ന് തന്നെ അവരുടെ സ്പെല്ല് പഠിച്ചെടുക്കാൻ പറ്റും. ഓരോരുത്തരുടെ കൂടെ തോറ്റു പോകുമ്പോഴും നിനക്ക് അവരുടെ സ്കില്ല് പഠിക്കാനുള്ള ചാൻസസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുന്നതും നമ്മളുടെ ജിയാങ് അതിനെ അക്സെപ്റ്റ് ചെയ്യും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുതോക്കിനെ സംബന്ധിച്ച് അവൻ കൊടുത്ത ആ ഒരു കല്ല് പ്രഷ്യസ് അല്ലേ, അതുകൊണ്ടല്ലേ അവൾ അതിനെ പന്തയം വെച്ചത്. ആ ഒരൊറ്റ റീസൺ കൊണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ജിയാങ്ങിന് നല്ല സങ്കടമുണ്ട്. നമ്മളുടെ മുതോക്കാണെങ്കിൽ അവൻ കൊടുത്ത ഒരു ഗിഫ്റ്റിനെ ക്രൗൺ പ്രിൻസിന്റെ കൂടെ ബെറ്റ് വെക്കാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്തതെന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ജിന്നാണെങ്കിൽ ക്രൗൺ പ്രിൻസിന്റെ അടുത്ത് ചോദിക്കുന്നതാ നീ ആ സ്കൂളിൽ എന്താണ് എടുക്കുന്നത് എന്ന്. അപ്പോൾ നമ്മുടെ ക്രൗൺ പ്രിൻസ് പറയും അതൊന്നുമില്ല, അത് ചെറിയൊരു ബെറ്റ് വെച്ചതാണ് അവിടുത്തെ ഒരു മെയ്ഡുമായിട്ട്, അല്ലാണ്ടൊന്നും ഇല്ല എന്ന് പറയും. അവിടെയായിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസിന്റെ കയ്യിൽ ഒരു ബ്ലൂ സ്റ്റോൺ ഇരിക്കുന്ന കാണുന്നതും അവിടെ നിൽക്കുന്ന ഗാർഡ് പറയും ഇതിന്റെ കൂടെ ഒരു പേരും കൂടെ, അതൊരു റെഡ് കളർ സ്റ്റോൺ ആണ്, ഇത് ലവേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒന്നാണ് എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ക്രൗൺ പ്രിൻസിന് ഭയങ്കര ദേഷ്യം വരും. അവനിത് വലിച്ചെറിയാനൊക്കെ നോക്കും. എന്നാൽ നമ്മളുടെ ജിയാങ് അങ്ങനെ ഈ ബെറ്റിൽ ജയിച്ചു കഴിഞ്ഞാൽ അവനിത് തിരിച്ചു കൊടുക്കേണ്ടി വരത്തില്ലേ. അതുകൊണ്ട് നമ്മളുടെ ക്രൗൺ പ്രിൻസ് ഭയങ്കര സങ്കടത്തിലിരിക്കുവാണ്. അതേസമയം തന്നെ നമ്മളുടെ ആ വളർത്തമ്മേനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മാസ്റ്റർ ലീ വരും. അയാളാണെങ്കിൽ ഇപ്പൊ എപ്പോഴും ആ സ്കാർഫ് ഇട്ടാണ് നടക്കുന്നത്. നമ്മുടെ ആ വളർത്തമ്മയ്ക്ക് വേണ്ടിയിട്ട് പൂക്കൾ കൊണ്ടുവരും, സർപ്രൈസ് കൊടുക്കും. അങ്ങനെ ഭയങ്കര രസമാണ്. അവിടെയായിട്ട് നമ്മളുടെ പാർക്ക് വളർത്തമ്മയെ കാണാൻ വേണ്ടിയിട്ട് വരും. അയാളാണെങ്കിൽ കഴിഞ്ഞ തവണ നമ്മളുടെ ഇവരെ കണ്ടപ്പോൾ ഭയങ്കര ഹാർഷായിട്ട് അവരെ ഗെറ്റ് ഔട്ട് അടിച്ചാൽ വിട്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ സോറി പറയാൻ വേണ്ടിയിട്ട് ആ പാർക്ക് ഇവിടെ വന്നേക്കുന്നത്. എന്നാൽ നമ്മളുടെ വളർത്തമ്മ പറയും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമൊന്നും ഇല്ലല്ലോ, എന്തിനാ എന്നെ പിന്നെ കാണാൻ വന്നത്, എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്, ഞാൻ പോവാന്ന് പറഞ്ഞ് അവരവിടെ നിന്നങ്ങ് പോവും. നമ്മുടെ പാർക്കിനാണെങ്കിൽ ഭയങ്കര ജലസടിക്കും. അയാൾ വന്ന് നോക്കുമ്പോൾ എന്തുവാ അവിടെ ഇരിക്കുന്ന ഗസ്റ്റ് വേറെ ആരുമല്ല നമ്മുടെ മാസ്റ്റർ ലീ തന്നെയാണ്. അപ്പോൾ ജലസിന്റെ അളവ് കുറച്ചുകൂടി കൂടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആ പാക്ജിനും അതേപോലെ തന്നെ ജിൻചോയും ഇല്ലേ, ഇവര് രണ്ടുപേരും കൂടി കൈയും കോർത്ത് പിടിച്ച് നടക്കുന്നതാ. യഥാർത്ഥത്തിൽ ഇവർ ഇത്രയും നാളും ഫേക്ക് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആയിരുന്നു. എന്നാൽ ഇവിടെയാണെങ്കിൽ നമ്മളുടെ പാക്ജിൻ പറയും എനിക്ക് യഥാർത്ഥത്തിൽ നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ഒരിക്കലും ഒന്നിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വെച്ച് ബ്രേക്കപ്പ് ആവാം. ഇത്രയും പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോകാൻ ഒരുങ്ങുന്നതും പെട്ടെന്ന് തന്നെ ആ പെങ്കൊച്ചവൻ്റെ അടുത്ത് പറയും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ വെച്ച് റിലേഷൻഷിപ്പിലാവും. അവിടെയായിട്ട് നമ്മളുടെ ജിൻചോയി അവൻ്റെ അടുത്ത് പറയും എന്തായിരുന്നാലും ഞാനല്ല എൻ്റെ കുടുംബത്തിലെ അടുത്ത ലീഡർ, എൻ്റെ ചേച്ചീനെ കണ്ടുപിടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും തുടങ്ങി. എൻ്റെ അമ്മ ഓൾറെഡി ആ കൊട്ടാരത്തിലുള്ള ജിന്നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചേച്ചിനെ കണ്ടുപിടിച്ച് തരണോ എന്ന്, ഇതൊരു സീക്രട്ടാണ് എന്നൊക്കെ നമ്മളുടെ പാർക്ക് ജിന്നിൻ്റെ അടുത്ത് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ പാർക്കില്ലേ, അയാളാണെങ്കിൽ നമ്മളുടെ ആ വളർത്തമ്മയ്ക്ക് വേണ്ടിയിട്ട് പൂവ് വാങ്ങിക്കാൻ വന്ന് നിൽക്കുന്നതാ. അയാൾ സെലക്ട് ചെയ്യുന്ന പൂവ് കണ്ടിട്ട് ആ കടയുടെ ഓണർ ചോദിക്കും ആരാ മരിച്ചത് എന്ന്. അതുകൊണ്ട് തന്നെ അയാൾ ആ കടയിലുള്ള എല്ലാ പൂക്കളും ഓർഡർ ചെയ്തിട്ട് ആ ഡ്രസ്സും പറഞ്ഞു കൊടുക്കും. അങ്ങനെ നിൽക്കാൻ നേരത്ത് അവിടെയായിട്ട് നമ്മളുടെ പാർക്ക് ജിന്നും അതേപോലെ ജിൻചോയും കൈ പിടിച്ച് വരും. ഇത് കാണുന്നതും അയാൾ ഇവരെ കണ്ണുരുട്ടി നോക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ പാർക്ക് ജിന്നിനെ പിടിച്ചിരുത്തിയിട്ട് നമ്മുടെ പാർക്കാണെങ്കിൽ ഉപദേശിക്കുന്നതാ അല്ല നീ എന്ത് ഭാവിച്ചാ. അവിടെ നമ്മുടെ പാർക്ക് ജിൻ പറയും എനിക്ക് ജിൻചോയിനെ ഭയങ്കര ഇഷ്ടമാണ്, അവൾ എന്തായിരുന്നാലും അടുത്ത ലീഡർ ആവത്തൊന്നുമില്ല, അവളുടെ ചേച്ചിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുക, അതും ആ ജിന്നാണ് സഹായിക്കാവെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ പാർക്കിന് ഭയങ്കര ഡൗട്ടാവും. ഓക്കെ അതായിരുന്നു അല്ലേ അവരുടെ പ്ലാൻ എന്ന്. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ പാർക്ക് ജിൻ ചോദിക്കും അല്ല അങ്കിളിന് ഇനി അവിധത്തിൽ വല്ല കുട്ടിയും ഉണ്ടോ, അതുകൊണ്ടാണോ എന്നെ ആ ജിൻ ഫാമിലിയിൽ
ഫാമിലിയിലോട്ട് കല്യാണം കഴിപ്പിച്ച് വിടാൻ റെഡി ആവാത്തത്. ഇത് കേൾക്കുന്നേം പാക്ക് അവിടെ അവനെ കൊന്നില്ല എന്നേ ഉള്ളൂ. കാര്യം അവൻ അത്രയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഈവൻ നമ്മളുടെ വളർത്തമെടുത്ത് ഇഷ്ടമാണെന്ന് പറയാനുള്ള ഗഡ്സ് പോലും ഇല്ല. അപ്പോഴാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ വളർത്തമ്മേനെയാണ്. അവരുടെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഫുള്ള് പൂക്കളായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ ഗുരുജിയുടെ ആ ചെറുമോള് വരും. അവള് വന്നിട്ട് ചോദിക്കുന്നത് ഫുള്ള് നമ്മുടെ ജിയാങ്ങിനെ പറ്റിയിട്ടാണ്. ഇത് കേൾക്കുന്നേ വളർത്തമ്മയ്ക്ക് ഡൗട്ടാവും, ഇവക്കിനി ജിയാങ്ങിനെ ഇഷ്ടമാണോ എന്ന്. അവരതിന് ഭയങ്കര സപ്പോർട്ടും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ പാർക്കാണെങ്കിൽ മാസ്റ്റർ ലീഡടുത്ത് വന്ന് സംസാരിക്കുന്നതാണ്. അയാളാണെങ്കിൽ പറയും, എന്തായിരുന്നാലും ജിന്ന് ആ ജിൻ ഫാമിലിയിലൂടെ ഭയങ്കര ക്ലോസ് ആവാൻ നോക്കുന്നതിന്റെ റീസൺ തന്നെ അവന് ഐസ് സ്റ്റോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരുപാട് ശക്തിയുള്ള ഉപകരണങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കൂളിനെ തന്നെ നശിപ്പിക്കാൻ പറ്റും എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അവിടെയായിട്ട് ആ ജിന്നിന് ക്യൂനാണെങ്കിൽ ഉണ്ടാക്കിയ പുതിയ കുറെ ഐസ് സ്റ്റോൺ കൊണ്ടുവന്ന് കൊടുക്കും. യഥാർത്ഥത്തിൽ ഈ ഐസ് സ്റ്റോണിന് നമ്മളുടെ മറ്റേ ഐസ് സ്റ്റോണിന്റെ അത്രയും പവർ ഒന്നും ഇല്ല. സോളിജിറ്ററായിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റൂ. എന്നാൽ നമ്മളുടെ മറ്റേ ഐസ് സ്റ്റോൺ എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള പഞ്ചഭൂതങ്ങളെ എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് അവിടെയായിട്ടൊരു മാസ്റ്ററും സ്റ്റുഡന്റും വരും. അയാൾ പറയുന്നത് തന്നെ, ഞാനാണെങ്കിൽ ഇവനെ ഒരു സ്പെല്ല് പഠിക്കാനാ കൊണ്ടുവന്നത് എന്ന. യഥാർത്ഥത്തിൽ ഇവിടെ വന്നത് തന്നെ ആൽക്കമി ഓഫ് സോൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതറിയുന്നതും ആ സ്റ്റുഡന്റ് അവിടെ നിന്ന് ഓടിപ്പോകാനായിട്ട് തുടങ്ങും. ആൽക്കമി ഓഫ് സോൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുരുജിക്കാണെങ്കിൽ എപ്പോഴും യങ്ങായിട്ട് തന്നെ ഇരുന്നൂടെ. ഒറിജിനൽ വൈറ്റ് സ്റ്റോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ആത്മാവിനെ നശിക്കാനും പറ്റത്തില്ല. അതാണ് യഥാർത്ഥ വൈറ്റ് സ്റ്റോണിന്റെ പവർ. അവിടെയായിട്ട് ആൽക്കമി ഓഫ് സോൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ആ ജിന്നാണെങ്കിൽ ആ സോളിലെ കണ്ണ് കാണാത്തവള് അവളുടെ അടുത്ത് പറയുന്നതാ, നീ എന്തായിരുന്നാലും ആ ജിൻ ഫാമിലിയിലെ ലേഡീനെ കയ്യിലെടുക്കണം. എന്നിട്ട് ഞാൻ പറയുന്ന സമയത്ത് അവരെ ഇവിടെയായിട്ട് കൊണ്ടുവരെയും വേണം എന്ന്. ഇവിടെ നമ്മളുടെ ജിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ജിൻ ലേഡിയുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അയാൾ ത്രൂ ആണ് നമ്മളുടെ സോൾ ഇനിയിപ്പോൾ ആ വീട്ടിലോട്ട് കയറി പറ്റാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ മാസ്റ്റർ ലീയും അതേപോലെ പാർക്കിൽ നിന്ന് സംസാരിക്കുന്ന മാസ്റ്റർ ലീ പറയും, ജിയാങ് കിങ് സ്റ്റാറിൽ ജനിച്ചതല്ലേ, അപ്പോൾ അവന് ഒരുപാട് നിയോഗങ്ങളുണ്ട്. അവനാണ് ഈ ലോകത്തിലുള്ള എല്ലാ ദുഷ്ടശക്തികളുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടവൻ. 200 വർഷങ്ങൾക്ക് മുന്നേ നമ്മളുടെ മാസ്റ്ററും ഇതേ നക്ഷത്രത്തിൽ തന്നെ ജനിച്ച ആളായിരുന്നു. അദ്ദേഹം വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് വൈറ്റ് സ്റ്റോൺ ഇത്രയും കാലവും ഒളിപ്പിച്ച് വെക്കാൻ തന്നെ സാധിച്ചത് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ജിയാങ് ആണെങ്കിൽ ബെറ്റ് അനുസരിച്ച് അവന്റെ കൂടെ പഠിക്കുന്ന എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതാ. നമ്മളുടെ ജിയാങ് ആണെങ്കിൽ അവന്റെ ഏറ്റവും നല്ല സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ആ വെള്ളം വെച്ചിട്ടുള്ള ആ ഒരു അടിയില്ലേ, അത് ട്രൈ ചെയ്യും. എന്നാൽ എല്ലാവരും അതിനെ നല്ലതുപോലെ തടുത്തു നിർത്തുന്നുണ്ടായിരുന്നു. എല്ലാ ആൾക്കാരായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും നമ്മളുടെ ജിയാങ് ഇങ്ങനെ തോറ്റുകൊണ്ടേയിരിക്കും. അവർക്ക് എല്ലാവർക്കും ആ സ്വർണ്ണക്കട്ടി കിട്ടുകയും ചെയ്യും. ഇവിടെ നമ്മളുടെ ജിയാങ് ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് പേരോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാലൻസ് ആയിട്ട് 2 പേര് മാത്രമേ ഉള്ളൂ. ജിയാങ് ഭയങ്കര മോശമായിട്ടാണ് എല്ലാവരോടും തോറ്റുകൊണ്ടിരിക്കുന്നത്. അവിടെ നിൽക്കുന്ന പാക് ജിന്നും പറയും, അവന്റെ അവസ്ഥ ഭയങ്കര കഷ്ടമാണല്ലോ എന്ന്. എന്നാൽ നമ്മുടെ സിയോങ് പറയുന്നുണ്ട്, നീ അവനിൽ വിശ്വസിക്കുക, അവനിപ്പോൾ നല്ലതുപോലെ ഇമ്പ്രൂവ് ആവുകയും ചെയ്യുന്നുണ്ട്. അവിടെയായിട്ട് നമ്മളുടെ ജിയാങ് അവസാനമായിട്ടൊരു വെള്ളത്തിൽ വീണിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നങ്ങ് വരും. നമ്മളുടെ മുതോക്കാണെങ്കിൽ അവന്റെ റൂമിലായിട്ട് ചെല്ലുമ്പോൾ എന്താ അവിടെ അവന് വേണ്ടിയിട്ട് യൂൻ കാത്തിരിക്കുമായിരുന്നു. ഇവളെ കാണുന്ന നമ്മളുടെ മുതോക്കിനങ്ങ് ഒരുമാതിരിയാവും. അവള് വിചാരിക്കും വളർത്തമ്മ പറഞ്ഞ ആ കിളി ഇവളായിരിക്കും എന്ന്. അവൾ അങ്ങനെ തിരിച്ചു നടന്നു വരുന്നതും അവിടെയായിട്ട് നമ്മളുടെ ജിയാങ് നനഞ്ഞു കുതിർന്നിരിക്കുമായിരുന്നു. എന്നാൽ അവനാണെങ്കിൽ ലാസ്റ്റ് ആയിട്ട് ആരുടെ കൂടാണോ ഫൈറ്റ് ചെയ്തത് അവന്റെ ട്രിക്കും അവൻ പഠിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മളുടെ മുതമൊക്കെ അവനെ നല്ലതുപോലെ ഉപദേശിക്കും. എപ്പോഴും നമ്മൾ ഫൈറ്റ് ചെയ്യണോ എന്നില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കഴിവൊക്കെ നോക്കിയിട്ട് നമ്മൾ അവരെ എപ്പോഴും തടഞ്ഞു നിർത്തിയേ ചെയ്യേണ്ടത്, എന്നിട്ട് അവസരം കിട്ടുന്നതും അവരെ അറ്റാക്ക് ചെയ്യണോ എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ജിയാങ് പോവാനായിട്ട് ഒരുങ്ങുന്നതും മുതമൊക്കെ അവനെ തടഞ്ഞു നിർത്തും. അവക്കാണെങ്കിൽ ഇപ്പം നല്ല ജലസമുണ്ടേ, അതായത് ആ യൂനാണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമല്ലേ. എന്നാൽ നമ്മളുടെ ജിയാങ് ആണെങ്കിൽ ഇവളെ പിടിച്ചിരുത്തിയിട്ട് പറയും, നീ നല്ലതുപോലെ ഫുഡ് കഴിക്കുകയൊക്കെ വേണം, എന്റെ കാര്യം മാത്രം ഇങ്ങനെ നോക്കി നടന്നാൽ പോരാ, നീ നിന്നെയും കൂടി കെയർ ചെയ്യണം എന്നൊക്കെ അവൻ പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ മുതോക്കിന് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ അവൻ അവിടെ നിന്ന് അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ക്രൗൺ പ്രിൻസിനെയാണ്. അവനാണെങ്കിൽ ആ സ്റ്റോൺ എടുത്ത് കൈ വെച്ചേക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അതിനകത്തൊന്നും ഒരു എനർജി വരുന്നത് തോന്നും. അതേസമയം തന്നെ നമ്മളുടെ ജിയാങ് ഇല്ലേ, അവന്റെ കയ്യിരിക്കുന്ന ആ റെഡ് കളറിലെ സ്റ്റോൺ ഇല്ലേ, അതിനകത്ത് എനർജി വരും. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങും. പരസ്പരം വന്ന് കാണുമ്പോൾ എന്തുവാ 2 പേരും ചമ്മിപ്പോവും. അയ്യേ നീ ആയിരുന്നോ എന്നും ആലോചിച്ചിട്ട് നമ്മളുടെ ക്രൗൺ പ്രിൻസ് വിചാരിക്കും, ഇത്രയും പവർ ഉള്ളൊരു സാധനം ഞാൻ ഇനി ഒരിക്കലും മുതോക്കിന് കൊടുക്കത്തില്ല എന്ന്. അതേപോലെ ജിയാങ് വിചാരിക്കും, ഇനിയും 2 പേരുണ്ടല്ലോ, ഉറപ്പായിട്ടും ഞാനത് സ്വന്തമാക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ക്രൗൺ പ്രിൻസ് ഒരാളെ ഏർപ്പാടാക്കുന്നത് അടുത്തയായിട്ട് ആരാണ് അവന്റെ കൂടെ മത്സരിക്കാൻ പോകുന്നത് എന്ന് നോക്കാൻ. അതേപോലെ തന്നെ നമ്മുടെ മുതോക്കും അടുത്ത ഗെയിം കളിക്കുന്ന ആളിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, അവന്റെ വീക്ക് പോയിന്റ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അവിടെയായിട്ട് സിയോങ് വന്നിട്ട് അവളുടെ അടുത്ത് സംസാരിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ മുതോക്കിന്റെ എക്സൈറ്റ്മെന്റും അതേപോലെ തന്നെ ടെൻഷനും ഒക്കെ കണ്ടിട്ട് നമ്മുടെ സിയോങ്ങിന് നല്ല ഡൗട്ടുണ്ട്, അവള് തന്നെയാണോ നമ്മുടെ ജിയാങ്ങിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മുന്നേ ആ ആൽക്കമി ഓഫ് സോൾ ചെയ്യാൻ വന്ന മാസ്റ്ററും സ്റ്റുഡന്റും
ഇല്ലേ, അതിനകത്തുള്ള ആ സ്റ്റുഡന്റിനെയാണ്. ഇപ്പോൾ ആ മാസ്റ്റർ മരിച്ചുപോയി. അതായത് ഇപ്പോൾ ആ സ്റ്റുഡന്റിന്റെ ദേഹത്തുള്ളതേ മാസ്റ്ററിന്റെ സോളാണ്. എന്നാൽ അവിടെയായിട്ട് എല്ലാവരും മാസ്റ്ററിന്റെ ബോഡി കാണാൻ വരും. എന്നാൽ അവരെ ആരെ മാസ്റ്ററിന്റെ ബോഡി കാണിക്കാൻ റെഡി ആവത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കൂളിലുള്ള മാസ്റ്ററിനെ ആൾക്കാർ കൊന്നു കളഞ്ഞു എന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ആരും പഠിക്കാൻ വരത്തില്ലല്ലോ. അവിടെയായിട്ട് പാർക്കൊക്കെ ഈ മാസ്റ്ററിന്റെ ബോഡി കാണാൻ വേണ്ടിയിട്ട് വരും. എന്നാൽ അവർക്ക് ആർക്കും കാണാൻ പറ്റത്തില്ല. അതേസമയം തന്നെ നമ്മളുടെ ജിന്നിന് നല്ല ടെൻഷനുണ്ട്. ഇവിടെയാണെങ്കിൽ ജിൻ ഇപ്പോൾ ഭയങ്കര സേഫ് സോണിലായിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആൽക്കമി ഓഫ് സോള്, അതേപോലെ തന്നെ ആൾക്കാരെ കൊന്ന കുറ്റം എല്ലാം അവൻ ചാർത്തി കൊടുത്തേക്കുന്നത് നമ്മുടെ നക്സുന്റെ തലയിലാണല്ലോ. അവൾ പാവം, അവൾക്ക് ഒന്നും അറിയത്തില്ല. അവളെ എല്ലാവരും കൂടി മാനിപ്പുലേറ്റ് ചെയ്താണ് ഈ ഒരു പരുവത്തിലാക്കിയത്. അവളിപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നുമുണ്ട്. ഇതെല്ലാം നമ്മുടെ ജിയാങ്ങും ഇരുന്ന് ആലോചിക്കും. എന്നിട്ട് അവനാണെങ്കിൽ നമ്മുടെ മുതോക്കിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ റെഡ് സ്റ്റോണില്ലേ, അതിനൊരു പ്രത്യേകതയുണ്ട്. അതെന്തായിരുന്നാലും ഞാൻ മാച്ച് ജയിച്ചു കഴിഞ്ഞിട്ട് നിൻ്റെ അടുത്ത് പറയാമെന്ന്. നമ്മളുടെ മുതോക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അവൾ അവൻ്റെ പുറകെ നടക്കും, എന്തുവാ എന്നും ചോദിച്ചിട്ട്. എന്നാൽ നമ്മളുടെ ജിയാങ് അതൊന്നും പറയാൻ റെഡി ആവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ആ മാസ്റ്ററിന്റെ ഫ്യൂണറൽ ചടങ്ങിലായിട്ട് പാർക്കും സിയോങ്ങും ഒക്കെ വന്ന് നിൽക്കുന്നതാ. പാർക്കാണെങ്കിൽ പറയും, എന്തായിരുന്നാലും നീ ഒളിച്ചും പാത്തും ആ ബോഡിയിൽ പോയിട്ട് ആൽക്കമിയോ സോൾ ചെയ്തതിൻ്റെ എന്തെങ്കിലും സയൻസ് ഉണ്ടോ എന്ന് നോക്കാൻ. അങ്ങനെ നമ്മളുടെ സിയോങ് വന്നിട്ട് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. അവൻ്റെ ഒരു ലെവല് വെച്ചിട്ട് അവനാണെങ്കിൽ ഇത് ആരിലോട്ടാണ് ഷിഫ്റ്റ് ആയതെന്ന് കണ്ടുപിടിക്കാനുള്ള പവറുണ്ട്. അങ്ങനെ ഈ ബോഡീനെ കത്തിക്കുന്ന ടൈം എത്തുമ്പോൾ അവിടെയായിട്ട് എല്ലാം പൊളിയും. അതായത് ഈ ബോഡിയുടെ യഥാർത്ഥ രൂപം എല്ലാവരും കാണും. അതായത് ആൽക്കമിയോ സോൾ ചെയ്തിട്ട് അതിനകത്ത് മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ബോഡി അവസാനം കല്ലായിട്ടായിരിക്കും മാറുന്നത്. ഇത് കാണുന്നതും എല്ലാവർക്കും സത്യം മനസ്സിലാവും. അവിടെയായിട്ട് ആൽക്കമിയോ സോൾ ചെയ്തിട്ട് ആരുടെ ബോഡിയിലോട്ടാണ് ചേഞ്ച് ആയത്, ആ സ്റ്റുഡൻറ്റ് അതായത് ആ മാസ്റ്റർ അവനവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. അതായത് എല്ലാവർക്കും കൺഫേം ആവും. അവനെ അങ്ങനെ എല്ലാവരും എടുത്തിട്ട് അടിക്കുകയും ചെയ്യും. ഇവന് ചെറുതായിട്ട് മുറിവ് പറ്റുന്നതും ഇവന്റെ എനർജി എല്ലാം ലോസ് ആയിട്ട് ഇവനും ഡീമനായിട്ട് മാറാൻ വേണ്ടി തുടങ്ങും. ഇവനവിടെ നല്ലതുപോലെ ഫൈറ്റ് ചെയ്യും. ഇത് കാണുന്ന ആ ജിന്നിന് നല്ല ടെൻഷൻ വന്നിട്ട് അവൻ്റെ ആൾക്കാരത് പറയും, ഈ മാസ്റ്ററിനെ എങ്ങ് കൊന്നു കളഞ്ഞേരെ എന്ന്. അവിടെയായിട്ട് നമ്മളുടെ സിയോങ്ങും ഈ മാസ്റ്ററിന്റെ പുറകെ തന്നെയുണ്ട്. എന്നാൽ നമ്മളുടെ ജിന്നിന്റെ ആൾക്കാർ വന്നിട്ട് അവനെ എങ്ങ് കൊന്നു കളയും. അവൻ കംപ്ലീറ്റ് ആയിട്ട് മരിച്ചിട്ടില്ല, അവന് ചെറിയ ജീവനുണ്ട്. ഇവിടെ ആ ജിന്ന് പറയുന്നത് തന്നെ ആൽക്കമിയോ സോൾ ചെയ്തിട്ട് ഡീമനായിട്ട് മാറുന്ന ആരും ജീവനോടെ ഇരിക്കണ്ട എന്നാ. ഇവിടെ നമ്മളുടെ പാർക്കിന് നല്ല ഡൗട്ടുണ്ട്, അതായത് നമ്മളുടെ ഈ ജിന്നിനെ. പിന്നീട് കാണിക്കുന്ന പാർക്കും അതേപോലെ സിയോങ്ങിന്റെ ടീമൊക്കെ ചേർന്നിട്ട് ഈ ഒരു മാസ്റ്ററിനെ എടുത്തുകൊണ്ട് വന്ന് ചികിത്സിക്കുന്നതാ. അയാൾക്കിനി പഴയ ആ ഒരു രൂപത്തിലോട്ട് തിരിച്ചു വരണമെങ്കിൽ വൈറ്റ് സ്റ്റോണിന്റെ ആവശ്യമുണ്ട്. അയാൾക്ക് നല്ല ബോധം വന്നാലല്ലേ ഇതിന് ആരാണ് അയാളെ സഹായിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ മുതോക്കാണെങ്കിൽ അടുത്ത ആ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നമ്മളുടെ ജിയാങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ മാക്സിമം ഓരോരോ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നതാണ്. അതേസമയം തന്നെ നമ്മളുടെ സിയോങ് ഇല്ലേ, അവന് നല്ല ടെൻഷനുണ്ട്. അതായത് നമ്മുടെ മുതോക്കും ഒരു സോൾ ഷിഫ്റ്റർ അല്ലേ, അവൾക്കും എന്തെങ്കിലും ഒരിക്കൽ ഇതേപോലെ ആയി മാറേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഹ്യൂമൻസിന്റെ സോൾ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവൾക്ക് പിന്നീട് മനുഷ്യനാവാനും പറ്റത്തില്ല. അവൻ അക്കാര്യത്തിലൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ക്യൂനിന്റെ അസിസ്റ്റന്റും കൂടി നടന്നു വരുന്നതാണ്. അവിടെ അസിസ്റ്റന്റ് പറയും, എനിക്ക് എന്തായിരുന്നാലും ഇനി വേറൊരു നല്ല ബോഡി വേണം, എൻ്റെ എനർജി എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളൊരു സോൾ ഷിഫ്റ്ററായെന്ന്. നിങ്ങളുടെ യഥാർത്ഥ ക്യൂനിനെ ഞാനല്ലേ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്നതും ക്യൂനിന് ഭയങ്കര ദേഷ്യം വരും. ഇവിടെ എന്താണ് സംഭവം എന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് പറയത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ ജിയാങ് ആണെങ്കിൽ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള പാക് ജിന്നുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതാണ്. പാക് ജിൻ പറയും, നീ എന്തായിരുന്നാലും എന്നെ ഫൈറ്റ് ചെയ്തോ, നീ ജയിച്ചോ, എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന്. എന്നാൽ നമ്മളുടെ ജിയാങ് ആണെങ്കിൽ അവിടെ അവൻ തോൽവി സമ്മതിച്ച് അവിടെ നിന്നങ്ങ് പോകും. നമ്മളുടെ മുതോക്ക് വന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നീ എന്തിനാ ഇപ്പം ഇങ്ങനെ കാണിച്ചത്, ഞാൻ നിനക്ക് സിഗ്നൽ തന്നതല്ലേ, എന്താ നീ അത് മനസ്സിലാക്കാഞ്ഞ്. അപ്പോൾ നമ്മളുടെ ജിയാങ് പറയും, ഇങ്ങനെയാണോ സിഗ്നൽ കാണിക്കേണ്ടത്, എനിക്ക് മനസ്സിലാവുന്ന രീതി കാണിക്കണമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജിന്നാണെങ്കിൽ ആ മാസ്റ്ററിന്റെ ബോഡി എക്സാമിൻ ചെയ്തത് അറിയാൻ വേണ്ടിയിട്ട് പാർക്കിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. എന്നാൽ പാർക്ക് പറയും, എനിക്ക് ഇന്നാരെയും കാണാൻ താല്പര്യമില്ല എന്ന്. അവിടെയായിട്ട് നമ്മുടെ വളർത്തമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അവരെടുത്തും പൊയ്ക്കോളാൻ പറയട്ടെ എന്ന് ഭടന്മാർ വന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പാർക്ക് പറയും, വേണ്ട ഞാൻ അവരെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഭയങ്കര തുള്ളിച്ചാടിയൊക്കെ വരുന്നതാ. എന്നാൽ അവിടെയായിട്ട് നമ്മുടെ ജിന്നും ഈ വളർത്തമ്മയും കൂടി നിന്ന് സംസാരിക്കുമായിരുന്നു. അതായത് നമ്മുടെ പാർക്ക് പെട്ടു. അങ്ങനെ ഇവർ മൂന്നുപേരോട് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങും. നമ്മുടെ വളർത്തമ്മയാണെങ്കിൽ പാർക്കിന് വേണ്ടിയിട്ട് ഹണി ബിസ്ക്കറ്റൊക്കെ ആയിട്ടാണ് വന്നത്. എന്നാൽ നമ്മുടെ ജിന്നിനെ ഒരെണ്ണം പോലും എടുക്കാൻ വേണ്ടിയിട്ട് ഈ പാർക്ക് സമ്മതിക്കത്തില്ല. അവർ രണ്ടുപേരും ഭയങ്കര കാഷ്വലായിട്ടിരുന്ന് സംസാരിക്കും. അവിടെ നമ്മളുടെ വളർത്തമ്മ വിചാരിക്കും, എന്നാലും ഇങ്ങനെ നോക്കിയാണ് ഒരു ബിസ്ക്കറ്റ് പോലും ആ ജിന്നിന് കൊടുക്കാൻ സമ്മതിച്ചില്ലല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മളുടെ മുതോക്കിൻ്റെ അടുത്ത് കുറച്ച് ബിസ്ക്കറ്റ് ആ ജിന്നിന് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ പറഞ്ഞ് ഏൽപ്പിക്കും. അതേപോലെ തന്നെ ആ സ്കൂളിലായിട്ട് എല്ലാവരെയും വിളിച്ച് വരുത്തിയിട്ട് എല്ലാവരുടെടുത്തും സോൾ ഷിഫ്റ്ററിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറയും. നമ്മളുടെ ജിയാങ് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ പാർക്ക് പറയും, നീ പോവണ്ട, നീ ഇവിടെ നിന്നാൽ മതി
മതി എന്ന്. അവനത് കേൾക്കുന്ന അങ്ങ് ഒരുമാതിരിയാവും. അതായത് അവനെ എല്ലാത്തിനും മാറ്റി നിർത്തിയേക്കുമല്ലേ. നമ്മളുടെ പാർക്ക് അവൻ്റെ അടുത്ത് പറയും, നീ പോയി നിന്റെ വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുത്തോ എന്ന്. അവിടെ വീട്ടിൽ വരുമ്പോഴാ നമ്മളുടെ മുതോക്കാണെങ്കിൽ ബിസ്ക്കറ്റും ആയിട്ട് ആ ജിന്നിന്റെ വീട്ടിലോട്ട് പോകാനൊരുങ്ങുന്നത്. അങ്ങനെ നമ്മളുടെ ജിയാങ്ങും അവളുടെ കൂടെ എങ്ങ് കൂടും. അതേസമയം തന്നെ കൊട്ടാരത്തിൽ കാണിക്കും, ആ ക്യൂനിന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ ജിന്നിനെ വന്ന് വരട്ടാൻ തുടങ്ങും. അതായത് നമ്മളുടെ ക്യൂനിന്റെ ശരീരത്തിൽ ഒരു വിച്ചാണ് ഉള്ളത് എന്നും പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്നേം ജിൻ പറയും, നിന്റെ അടുത്ത് അത് എപ്പോഴും ഇങ്ങനെ വിളിച്ചു കൂവി പറയരുതെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്നാൽ ഈ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇവരെല്ലാവരെയും ബ്ലാക്ക്മെയിൽ ചെയ്ത് അയാൾ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ബോഡി സ്വന്തമാക്കാനാണ് നോക്കുന്നത്. അതേസമയം തന്നെ നമ്മളുടെ മുതോക്കും ജിയാങ്ങും അവിടെയായിട്ട് എത്തും. മുതോക്കാണെങ്കിൽ പറയും, എൻ്റെ അച്ഛൻ ഇവിടെയുള്ള സ്റ്റാർസിനെയൊക്കെ നോക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, നീ അതൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന്. എന്നാൽ നമ്മളുടെ ജിയാങ് കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവർ ആ ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തിട്ട് നേരെ വരുന്നത് ആ സ്റ്റാർസ് ഒക്കെ നോക്കുന്ന ഒരു സ്ഥലത്തായിട്ടായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ ജിന്നാണെങ്കിൽ ആ അസിസ്റ്റന്റിനെ കുത്തി പരിക്കേൽപ്പിച്ചിട്ട് അയാളുടെ എനർജി എല്ലാം കളഞ്ഞ് ഒരു ഡീമനാക്കാനാണ് നോക്കുന്നത്. അവിടെയായിട്ട് ഈ അസിസ്റ്റന്റ് ആണെങ്കിൽ അവിടെയുള്ള ആ സോളിജക്ടർ ഇല്ലേ അതിനെല്ലാം തട്ടിക്കളഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഇത് നമ്മളുടെ മുതോക്കും ജിയാങ്ങും കാണും. അവരവിടെ ഒളിച്ചിരിക്കും. എന്നാൽ ഈ അസിസ്റ്റന്റും അതേ സ്ഥലത്ത് തന്നെ ഒളിച്ചിരിക്കുന്നത്. ജിൻ അവിടെ വന്നിട്ട് ആ അസിസ്റ്റന്റ് അടുത്ത് പറയും, നീ ഇവിടെ ഒളിച്ചിരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല, മര്യാദയ്ക്ക് പുറത്ത് വന്നോ എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ ജിയാങ് ആണ് പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. എന്നിട്ട് അവൻ പറയും, ഞങ്ങൾ ബിസ്ക്കറ്റ് വരാൻ വന്നതാണ്, ഞാനും എൻ്റെ മെയ്ഡും ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മളുടെ മുതോക്കിനെയും പിടിച്ച് പുറത്തോട്ടാക്കും. അവിടെയായിട്ട് ഇവർ രണ്ടുപേരും ഒന്നും സംഭവിക്കാത്ത പോലെ നടന്നു പോകാനായിട്ട് ഒരുങ്ങുന്നേ. നമ്മളുടെ ജിന്നാണെങ്കിൽ ഇവരെ അങ്ങ് ട്രാപ്പിലാക്കും. എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് നന്നായിട്ടറിയാം നമ്മളുടെ ജിയാങ്ങിനും മുതോക്കിനും ഇവിടെ നടന്ന് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന്. അവിടെ അയാളാണെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റിന് മുതോക്കിന്റെ ബോഡി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുക്കും. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ നമ്മളുടെ ജിയാങ്ങിനെ ഒരു വട്ടം വരച്ചിട്ട് അവനെ അതിനകത്ത് ട്രാപ്പാക്കും. നമ്മളുടെ ജിയാങ്ങിന് ഇപ്പോൾ വിഷം വരുന്നത് തന്നെ അവൻ ഒരു ഐലൻഡിൽ പെട്ട് കിടക്കുന്നു എന്ന രീതിക്കാ. ഇവിടെ നമ്മളുടെ മുതോക്കിനാണെങ്കിൽ അത്ര പവർ ഒന്നും ഇല്ലല്ലോ. ഈ അസിസ്റ്റന്റ് ആണെങ്കിൽ നമ്മളുടെ മുതോക്കിന്റെ പവർ എടുത്തിട്ട് അവനാണെങ്കിൽ നേരെ ആവാൻ വേണ്ടിയിട്ട് നോക്കും. അവിടെ നമ്മളുടെ ജിയാങ് അവന്റെ മാക്സിമം ട്രൈ ചെയ്യും ആ സ്പെല്ലിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട്. എന്നാൽ അവൻ വിചാരിക്കും എൻ്റെ മൈൻഡാണ് എല്ലാം എന്ന് പറഞ്ഞിട്ട് അത്രയും വലിയൊരു ക്ലിഫിന്റെ മുകളിൽ നിന്ന് അവനെടുത്ത് ചാടാനായിട്ട് ഒരുങ്ങും. അപ്പോഴത്തന്നെ അവൻ ആ ഒരു ബാരിയറും ബ്രേക്ക് ആക്കും. എന്നാൽ നമ്മളുടെ മുതോക്കിനാണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവളുടെ കയ്യിൽ വേറെ പവേഴ്സ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മളുടെ ജിയാങ് ആണെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്ന് നോക്കുമ്പോൾ എന്തുവാ അവിടെ നമ്മളുടെ മുതോക്കാണെങ്കിൽ ആ അസിസ്റ്റന്റിന്റെ പവർ എല്ലാം ഊറ്റിയെടുത്തിട്ട് അവനെ സ്റ്റോൺ ആക്കി മാറ്റുന്നതാണ്. ഇത് കണ്ട് നമ്മളുടെ ജിയാങ് ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. ഇങ്ങനെ അവൾ ചെയ്തതുകൊണ്ട് അവക്കിനി ഒരിക്കലും മനുഷ്യനായിട്ടിരിക്കാൻ പറ്റത്തില്ല. അവളുടെ എനർജി കുറയുന്നതനുസരിച്ച് അവൾക്ക് ഹ്യൂമൻസിന്റെ എനർജി എടുത്തോണ്ടിരിക്കേണ്ടി വരും. നമ്മളുടെ ജിയാങ് അവളുടെ അടുത്ത് വരുന്നതും അവൾ പറയും, നീ എൻ്റെ അടുത്തുനിന്ന് മാറിപ്പോ, നീ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്റെ എനർജി എടുക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്ന്. എനിക്ക് ഒരിക്കലും എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, നിന്റെ അടുത്തുനിന്ന് മാറി നിൽക്ക്. എന്നാൽ നമ്മളുടെ ജിയാങ് ആണെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കാണ്ട് നമ്മളുടെ മുതോക്കിനെ അങ്ങ് കെട്ടിപ്പിടിക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.